ദ ഫ്യൂച്ചർ ഓഫ് സിൽവർ. എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് 2026 ആകുമ്പോഴേക്കും വെള്ളിയുടെ വില 2,40,000 രൂപ വരെ കിലോയ്ക്ക് എത്താം. ഇതെങ്ങനെ സാധ്യമാണ്? അതിനുള്ള കാരണം എന്താണ്? നമുക്ക് എങ്ങനെ അതിൽ നിന്നും ലാഭം നേടാം? എല്ലാം ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. 2025 ഒക്ടോബർ നിലവാരത്തിൽ 1 കിലോ വെള്ളിയുടെ വില 96,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ്. 2020 ഇത് 45,000 രൂപയായിരുന്നു. അതായത് 5 വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയി. ഇത് യാദൃശികമല്ല, കാരണം ലോകം ഇപ്പോൾ ഗ്രീൻ എനർജി റെവല്യൂഷനിലാണ്. അത് സിൽവറിന് ഒരു ന്യൂ ലൈഫ് തന്നെയാണ്. വെള്ളി ഗ്രീൻ മെറ്റൽ ആകുന്ന കാരണം ഇനി നോക്കാം. സിൽവർ ഇനി അലങ്കാരത്തിനോ നാണയത്തിനോ മാത്രമല്ല, ഇത് ഇനി ഇലക്ട്രിക് കാർ, സോളാർ പാനൽ, ബാറ്ററി, 5G ചിപ്സ് തുടങ്ങിയതിന്റെ ഹൃദയഭാഗമാണ്. സോളാർ പാനൽസ്. ഓരോ പാനലിലും ഏകദേശം 20 ഗ്രാം വെള്ളി ഉപയോഗിക്കുന്നു. 2025 ലോകം 500 ഗിഗാവാട്ട് സോളാർ കപ്പാസിറ്റി കൂട്ടും. അതിനർത്ഥം വെള്ളിയുടെ ഡിമാൻഡ് വീണ്ടും കൂടും. EV അഥവാ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി. ഒരു EVയിൽ സാധാരണ 25 തൊട്ട് 50 ഗ്രാം വെള്ളിയാണ് ഉപയോഗിക്കുന്നത്. ടെസ്ല, BYD, ടാറ്റ എല്ലാം പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇലക്ട്രോണിക്സ്, 5G, സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററീസ് എല്ലായിടത്തും വെള്ളിക്ക് ഹൈ ഡിമാൻഡ് ഉണ്ട്. ഇത് തന്നെയാണ് എല്ലാ അനലിസ്റ്റും പറയുന്നത്. സിൽവർ ഈസ് നോട്ട് ജസ്റ്റ് എ മെറ്റൽ നൗ, ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ ഫ്യൂർ ഫോർ ദ ഫ്യൂച്ചർ. ബ്ലൂംബെർഗ്, കിറ്റ്കോ, JM Bullion പോലുള്ള വിദഗ്ധ മാർക്കറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവയെല്ലാമാണ്. സപ്ലൈ കുറയുന്നു, ഡിമാൻഡ് കുത്തനെ കൂടുന്നു, മൈനിങ് സ്ലോ ഡൗൺ ആകുന്നു, റീസൈക്കിൾ ചെയ്യുന്നത് കുറവുമാണ്. ഇവയൊക്കെ കാരണം 2026 വില 150% വരെ കുതിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ഗ്ലോബൽ സിൽവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വിൽ റീച്ച് റെക്കോർഡ് ഹൈസ്, പുഷിംഗ് സിൽവർ എബോവ് $70 പെർ ഔൺസ് ബൈ 2026. അതായത് ഇന്ത്യൻ കണക്ക് പ്രകാരം 2,30,000 തൊട്ട് 2,40,000 വരെ കിലോയ്ക്ക് വില വരും. സിൽവറിന്റെ സപ്ലൈ കുറയുന്ന കാരണങ്ങൾ ഇനി നോക്കാം. സിൽവർ മൈനിങ് ഇപ്പോൾ ചെലവേറിയതാണ്. ലാറ്റിൻ അമേരിക്ക, മെക്സിക്കോ, പെരു എന്നിവിടങ്ങളിൽ പല മൈനിങ് കമ്പനികളും പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. കൂടാതെ ചില ഖനനങ്ങൾ കോപ്പർ, സിങ്ക് പോലുള്ള സൈഡ് മെറ്റൽസ് മൈനിങ്ങിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സിൽവർ അവൈലബിലിറ്റി കുറയുന്നു. മൈനിങ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. സോ വില അതിനേക്കാൾ കുതിച്ചുയരുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഡിമാൻഡിന്റെ ട്രെൻഡ് നോക്കാം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സിൽവർ കൺസ്യൂമർ രാജ്യങ്ങളിൽ ഒന്നാണ്. 2024 മാത്രം തന്നെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തത് 8,000 ടൺ സിൽവർ ആണ്. പെൺകുട്ടികൾക്ക് ഓർണമെന്റ്സ്, ക്ഷേത്രങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലായിടത്തും വെള്ളി ഉപയോഗിക്കുന്നു. പക്ഷെ അതിനൊപ്പം ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് കൂടി വളരുന്നു. പീപ്പിൾ ആർ ബൈയിങ് സിൽവർ കോയിൻസ്, ETFs, ബാർസ് ജസ്റ്റ് ലൈക്ക് ഗോൾഡ്. എക്സ്പേർട്സ് പറയുന്നത് ഇനി അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സിൽവർ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ട്രിപ്പിൾ ആകുമെന്നാണ്. സോ ഇനി സിൽവറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? വെള്ളിയിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ 4 പ്രധാന മാർഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിക്കൽ സിൽവർ. കോയിൻസ്, ബാർസ് ലോങ് ടേം ആയി എടുക്കുന്നവർക്ക് നല്ലതാണ്, പക്ഷേ സ്റ്റോറേജ് കോസ്റ്റ് കൂടുതലാണ്. രണ്ടാമത്, സിൽവർ ETFs. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സിമ്പിൾ മാർഗമാണ്. എക്സാമ്പിൾ, നിപ്പോൺ ഇന്ത്യ സിൽവർ ETF, ICICI സിൽവർ ETF, HDFC സിൽവർ ETF. മൂന്നാമത്, സിൽവർ മ്യൂച്വൽ ഫണ്ട്സ്. ETFകളെ ബേസ് ആക്കിയ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. മന്ത്ലി SIP ആയി തുടങ്ങാം. നാലാമത്, സിൽവർ ഫ്യൂച്ചേഴ്സ് അഥവാ MCX. ഇതൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിനുള്ള ഒരു മാർഗമാണ്, ബട്ട് ഹൈ റിസ്ക് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ അനുസരിച്ച് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് 2026 അതിനുശേഷമുള്ള സിൽവറിന്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കാം. 2026 ലോകം ക്ലീൻ എനർജിയിലേക്കാണ് പോകുന്നത്. സോളാർ പാനൽസ്, ബാറ്ററീസ്, EVs എല്ലാം സിൽവറിനെയാണ് ആശ്രയിക്കുന്നത്. 2030 സിൽവർ ഡിമാൻഡ് 1 ബില്യൺ ഔൺസസ് കടക്കും. സപ്ലൈ അതിനൊത്ത് വാങ്ങാനാവില്ല. അതിനാൽ പ്രൈസ് ലോങ് ടേമിൽ ഉയരും. എല്ലാ നിക്ഷേപത്തിനും പോലെ ഇതിനും റിസ്ക് ഉണ്ട്. ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ്. ഗ്ലോബൽ മാർക്കറ്റിൽ സിൽവർ ഹൈലി വോളറ്റൈൽ ആണ്. ഇൻഡസ്ട്രി സ്ലോ ഡൗൺ വന്നാൽ ടെമ്പററി ഡിമാൻഡ് ഡ്രോപ്പ് ആവും. ഡോളർ വാല്യൂ കൂടിയാൽ സിൽവർ പ്രൈസ് കുറയാം. അതിനാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സിൽവർ 10 തൊട്ട് 15% വരെ മാത്രം വെക്കുക എന്ന് വിദഗ്ധർ പറയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സിൽവർ ഇനി ജ്വല്ലറി മെറ്റൽ അല്ല, ടെക്നോളജി മെറ്റൽ കൂടെയാണ്. ഡിമാൻഡ് റെക്കോർഡ്സ് ഹൈയിലേക്കാണ് കുതിക്കുന്നത്. സപ്ലൈ കുറയുന്നു. വില 2026 2,40,000 രൂപ വരെ എത്താം. ഇത് എക്സ്പേർട്സ് ഫോർകാസ്റ്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ഗോൾഡൻ അവസരമാണ്. സോ ഗൈസ്, ഇതായിരുന്നു ഫ്യൂച്ചർ ഓഫ് സിൽവറിന്റെ എക്സ്പ്ലനേഷൻ. ഇതുപോലെ ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ്, ബിസിനസ് അപ്ഡേറ്റ്സ് മലയാളത്തിൽ അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.